നമസ്കാരം. അമൃതകീർത്തി പുരസ്കാരത്തിൻ്റെ നിറവിലാണ് മലയാളത്തിൻ്റെ സ്വന്തം പി ആർ നാഥൻ. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, യാത്രാ വിവരണം എഴുതുന്നു, ഒപ്പം തന്നെ നാടകം എഴുതിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെ അറിയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമെന്ന് ചോദിച്ചാൽ? സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലയിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. പക്ഷേ പി ആർ നാഥൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നോവലിസ്റ്റ് എന്നാണ് പറയുക. കാരണം കൂടുതൽ പേര് വായിക്കുന്നത് നോവലാണല്ലോ. 10-20 നോവലുകൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 600-700ഓളം ചെറുകഥകളുണ്ട്, യാത്രാവിവരമുണ്ട്. അതേക്കാൾ പ്രധാനം എൻ്റെ പ്രഭാഷണങ്ങൾ മുഴുവൻ പുസ്തകരൂപത്തിൽ വന്നിട്ടുണ്ട്. അതന്നെ 10-30 പുസ്തകങ്ങളാണ്, തത്വചിന്താപരമായ പുസ്തകങ്ങൾ എല്ലാം വായിക്കുന്നുണ്ട്. ആ തത്വചിന്ത തന്നെയാണ് പുസ്തകങ്ങളിലും നോവലിലും ബേസ് അതുതന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു പുരസ്കാരത്തിൻ്റെ നിറവിലാണ്. മുൻപ് ഈ PF ഓർഗനൈസേഷനിൽ നിന്ന് എന്താ പറയുക, സ്വന്തം രാജിവെക്കുന്നത് ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരാൻ വേണ്ടിയാണ്. ആ സമയത്ത് നമ്മൾ വിചാരിക്കല്ലോ, ഒരു സുരക്ഷിതമാണ് ജോലി. എഴുത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നീട് നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു മേഖല കൂടെയാണ്. എന്ത് തോന്നുന്നു ഈ പുരസ്കാരം എത്തി നിൽക്കുന്ന ഈ സമയത്ത്? അത് ഈ ഇത്രയും പുസ്തകങ്ങൾ എഴുതുകയും സിനിമാ രംഗത്ത് എൻ്റെ കയ്യിൽ നിന്ന് കഥകൾ കുറഞ്ഞ സിനിമയായപ്പോൾ ഞാൻ വർക്ക് ചെയ്തു. പ്രേംനസീറിൻ്റെ അവസാനത്തെ സിനിമ ധ്വനി, ശുഭയാത്ര, പൂക്കാലം പരവായി, കേളി. അപ്പോൾ ആകെ തിരക്ക് വർദ്ധിച്ചു. അതുകൂടാതെ പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആളുകൾ വിളിക്കും. ഒരു കാരണവശാലും ജോലി മുന്നോട്ട് പോകാൻ, ജോലി വേണോ ഇത് വേണോ എന്നൊരു ടെൻഷൻ വന്നു. അതുകൂടാതെ ഭാരതത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു ഗുരുനാഥൻ ഉപദേശിച്ചു. ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞു, ഒരു കാര്യത്തിൽ ജീവിതത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഈ നോവലും കഥയും സിനിമയൊക്കെ എഴുതുന്ന കാലമാണ്. ചെറുകഥകൾ ധാരാളം സജീവമായിട്ട് മാതൃഭൂമിയിലൊക്കെ എല്ലാ ആഴ്ചപ്പതിപ്പുകളിലും എഴുതിയിരുന്ന കാലമാണ്. അപ്പോൾ കന്യാകുമാരി ത്രിവേണി സംഗമത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറേറ്റ് കിട്ടാനെന്നല്ല, ഒരു കാര്യം അങ്ങോട്ട് സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പം നമ്മുടെ അടുത്ത ആളുകൾ വരുമല്ലോ, നമ്മൾ തന്നെയല്ലേ പതിവ്. എന്താണ് താങ്കൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഭാരതം, ഇവിടുത്തെ നദികൾ, പർവ്വതങ്ങൾ, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ഭാരതത്തിൽ മാത്രമുള്ള കലകൾ, വൃക്ഷങ്ങൾ, ഔഷധങ്ങൾ, ഇതിലങ്ങോട്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ നിശ്ചയിച്ചു. കഥയും നോവലും എഴുതുന്നതിനേക്കാൾ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ. ഹിമാലയത്തോട് വല്ലാത്ത ഇഷ്ടമാണ്. 100 കണക്കിൽ യാത്ര ചെയ്തു, തന്ത്രശാസ്ത്രം പഠിച്ചു, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, റെക്കി പഠിച്ചു, റെക്കി പ്രാണിശീലിംഗ് പഠിച്ചു. പ്രകൃതി ചികിത്സയിൽ നല്ലപോലെ പരമാവധി പ്രകൃതി ചികിത്സയെ പറ്റി എത്രയോ വർഷമായിട്ട് ഞാൻ റിസർച്ചാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ജോലി ഇതുകൊണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പോയിരുന്നാലും ശരി, അതുകൊണ്ട് റിസൈൻ ചെയ്യുക ചെയ്തത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ചാട്ട, കേളി, കമലിൻ്റെ ശുഭയാത്ര, ഭരതൻ്റെ എത്ര പടങ്ങളാണ്? ചാട്ടയും കേളി. അപ്പോൾ തുടക്കത്തിൽ തന്നെ കിട്ടുന്നത് അത്ര ഒരു വലിയ അവസരമാണ്. അതെ, ആ ഒരു ഓർമ്മ, പ്രത്യേകിച്ച് കേളി എന്നൊക്കെ പറഞ്ഞാൽ എന്നും മലയാളിക്ക് ഇപ്പോഴും നമ്മൾ TV വരികയാണെങ്കിൽ നമ്മൾ ഒരൊറ്റ ഇരിപ്പിൽ അതേപോലെ തന്നെ ഇരുന്ന് പോകുന്ന ചിത്രങ്ങളാണ്. ഒരു 4-5ഓളം ചിത്രങ്ങളെല്ലാം സക്സസ് ആയ ചിത്രങ്ങൾ എന്ന് തന്നെ പറയാം. ധ്വനിയാണെങ്കിലും നൗഷാദിനെ പോലുള്ള ഒരു മ്യൂസീഷ്യനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അത്രയും വലിയ ബജറ്റിൽ 10ഓളം പാട്ടുകളാണ് പരീക്ഷണം നടത്തുന്നു. ഇത്ര തിരക്കിനിടയിൽ നിന്ന് പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ജീവിത ദർശനങ്ങൾ തേടിയുള്ള യാത്രയാണ്. ഈ ഒരു മാറ്റം ഉണ്ടല്ലോ. സിനിമ എങ്ങനെയായിരുന്നു തുടക്കം? എനിക്ക് ആദ്യം മുതൽക്ക് ഒരു 24 വയസ്സ് പ്രായമുള്ളപ്പോൾ പട്ടത്ത് പ്രൗഢമണ്ഡപത്തിൽ ജോലി നോക്കുമ്പോഴേ സിനിമാ രംഗത്തെ പ്രമുഖരായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു. നടൻ സത്യൻ വരെ അടുപ്പക്കാരനായിരുന്നു. സത്യൻ എങ്ങനെയാണ് വ്യായാമം ചെയ്യാന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു 24കാരനായിട്ടല്ല എന്നെ കണ്ടിരുന്നത്. അതിനുശേഷം KS സേതുമാധവൻ്റെ ചിത്രങ്ങൾക്ക് കഥ എഴുതിയിരുന്ന പാറപ്പുറം ഞാനായിട്ട് വലിയ ഫ്രണ്ടായിരുന്നു. നോവലിസ്റ്റ് കെ സുരേന്ദ്രൻ, പാറപ്പുറം, ഇവരുടെ കൂടെയാണ് വൈകുന്നേരം നടക്കുക. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തിൽ ഇവർ തേടി വരും. അവരുടെ പ്രധാനപ്പെട്ട
കഥകൾ സിനിമയാക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്കഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വിൻസെൻ്റ് മാഷ്, ശോഭന പരമേശ്വരൻ നായർ, ഇവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ A to Z സിനിമയുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പാറപ്പുറത്തിൻ്റെ ചിത്രങ്ങൾ, അരനാഴിക നേരം തുടങ്ങിയത്, കെ സുരേന്ദ്രൻ്റെ മായ, കാട്ടുകുളങ്ങ്, ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ സിനിമ എന്നുള്ളത് എനിക്ക് ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളത് ശരിക്കും എനിക്ക് അറിവുണ്ടായിരുന്നു. അത് മുഴുവൻ ഈ തിരക്കഥയോടുള്ള ആഭിമുഖ്യം എൻ്റെ കൃതികളെയും സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാം റീഡബിലിറ്റി ഉള്ള പുസ്തകമാണ്. ഇപ്പോൾ ഒരു 78ഓളം പുസ്തകമുണ്ട്. എടുത്ത കയ്യിൽ നിന്ന് താഴെ വെക്കാത്ത വിധത്തിൽ ദുർഗ്രഹത ഞാൻ ഉണ്ടാക്കില്ല. വളരെ ലളിതമാണ്, വളരെ ഗ്രാമീണ ചന്തമുണ്ട്. ഗ്രാമീണമായിട്ടല്ലാതെ ദുർഗ്രഹത കൊണ്ട് അത്യന്താധുനികമാണെന്നൊക്കെ കൊണ്ട് എഴുതാറില്ല. അന്ന് സാഹിത്യ കൃതികൾ ആധുനികം, അത്യന്താധുനികം, അങ്ങനെ എന്തൊക്കെയോ ചില പേരുകളുണ്ട്. ഉത്തരാധുനികം എന്നൊക്കെ കൊണ്ട് നിരൂപകന്മാർ പറഞ്ഞുണ്ടാക്കും. വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ ശരി, അതാണ് കേമെന്ന് വിചാരിക്കും. അത് ഞങ്ങളുടെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരു പശ്ചാത്തലത്തിലൊരു നോവൽ എഴുതിയാൽ പിന്നെ ആ പശ്ചാത്തലം എടുക്കില്ല. ഇപ്പോഴും അങ്ങനെയാണ്. അതിപ്പോൾ അത്ര വ്യത്യാസമാണ് ഞാൻ എടുത്തത്. അങ്ങനെയാണ് കന്നുകാലി കച്ചവടക്കാരുടെ ജീവിതത്തിനെ ആസ്പദമാക്കി ചാട്ട എന്നുള്ള നോവൽ എഴുതി. അതാണ് പിന്നീട് മൂവിയാവുന്നത്. അതെ, ഈ ചാട്ട എന്നുള്ള നോവല് DC ബുക്സിൻ്റെ ടാഗോർ അവാർഡ്. അന്നത്തെ കാലത്ത് DC ബുക്സിൻ്റെ ടാഗോർ അവാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യ അതിനാണ് 5005 ഉറുപ്പ്യ. ബാക്കി സാഹിത്യ അക്കാദമിയൊക്കെ 1000 ഒക്കെ ആയിരുന്നു അന്ന്. അതിന് മുമ്പ് 500 ഉറുപ്പ്യ ആയിരുന്നു അക്കാദമി അവാർഡ്. ഇത് 5005 ഒരു നോവലിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ഫേമസ് ആയിരുന്നു. സകല പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ PR നായന് ടാഗോർ അവാർഡ് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു. ധാരാളം പേജിൽ കാശ് കടം ചോദിച്ചു. കാരണം 5005 ഉറുപ്പ്യ, ഇവിടെ സെൻറ്റിന് 50 ഉറുപ്പ്യാണ്. 5005 ഉറുപ്പ്യ ഇതേമാതിരി DC ബുക്സുകാർ തരുമോ, അവരിൽ ഉണ്ടാവുമോ എന്ന് വരെ സംശയം തോന്നിയിരുന്നു. പല എഴുത്തുകാരൊക്കെ പറഞ്ഞു അത് കിട്ടുമോ, പബ്ലിസിറ്റിയേ ഉള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ അന്ന് വലിയ തുകയല്ലേ. 5005 പത്രങ്ങളുടെ ഫ്രണ്ട് പോയി കൊടുക്കണം. പക്ഷേ DC കുഴക്കുമുറി പറഞ്ഞു 2 ഇൻസ്റ്റാൾമെൻ്റായിട്ട് 2500 ഉറുപ്പ്യ തന്നു. അത് DC കുഴപ്പമില്ല, അത്ര വലിയ തുകയല്ലേ. ആ നോവൽ 2-3 ധാരാളം എഡീഷൻ വന്നു. ഇപ്പോഴും ആ നോവൽ ധാരാളം വായിച്ചുകൊണ്ട് ഭരതൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഭരതൻ ശ്രദ്ധയപ്പെട്ടു. ആ ഭരതൻ വിളിച്ചു. പിന്നീട് JC, PG വിശ്വംഭരൻ, അങ്ങനെ ഒരുവിധം സംവിധായകരൊക്കെ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവർ കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. ആദ്യം വന്നത് ഭരതനാണ്. ഭരതൻ അതിൻ്റെ കഥാപാത്രങ്ങളിലെ ചിത്രങ്ങളെ വരെയും വരച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണല്ലോ, വരച്ചിട്ടാക്കി അയച്ചത്. അപ്പോൾ ഭരതന് വേണ്ടിയിട്ട് ചാട്ട എഴുതാൻ ചോദിച്ചു. സ്ക്രിപ്റ്റ് എഴുതേണ്ട കാര്യത്തിൽ എനിക്കും ബുദ്ധിമുട്ടില്ല, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല. മറ്റേ സ്ക്രിപ്റ്റ് എഴുതാനാണെന്ന് പറഞ്ഞ് കുറേ ദിവസം അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ ഓക്കെ ആയിട്ട് പെട്ടെന്ന് 10-15 സീൻ അങ്ങോട്ട് ഓക്കെ ആകുമ്പോൾ ഭരതൻ പറഞ്ഞു പതുക്കെ മതി, ഇതിലെ തിരക്കൂട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചാട്ട അന്ന് ബാലചന്ദ്രൻ നായരും അച്ഛൻ കുഞ്ഞും, TG രവി താരതമ്യേന പുതുമുഖമാണ്. TG രവി നെടുമുടി വേണുവിൻ്റെ നല്ല കഥാപാത്രമായിരുന്നു. പരുക്കനായൊരു കഥയായിരുന്നു. ഇപ്പം കാണുമ്പോഴും ചാട്ടയ്ക്ക് അതിൻ്റെതായുള്ളൊരു ഭംഗി, ഒരു റഫ്നെസ് അല്ലേ അതുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ നോവൽ. നേരെ ഡിഫറെൻ്റ് ആണ് കേളിയിലേക്ക് വരുന്ന സമയത്ത്. കേളി ജയറാം കാല് മുറിഞ്ഞ ഒരു കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. അതുകൂടാതെ എൻ്റെ ഒരു ഡയലോഗ് കോമ്പോ പിന്നീട് എങ്ങനെയാണ് അങ്ങനെ തന്നെ വർക്ക്? അതെ, ഭരതൻ എൻ്റെ കുറേ സിനിമയൊക്കെ കൊള്ളാമെന്നുണ്ടായിരുന്നു. ചിലതിപ്പോൾ വേണ്ടാന്ന് ഞാൻ തന്നെ പറയും. സാധാരണ ഇതിൽ ഉടനെ എടുക്കാമെന്നാണ് പറയുക. ഇത് വേണ്ടാന്ന് ഞാൻ പറയും. ഇപ്പോൾ പറ്റുന്ന സാഹചര്യം ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ വലിയ കൂടിയൊരു പ്രൊഡ്യൂസറുണ്ട്. 40 കോടി ഉറുപ്പ്യ മുടക്കാൻ തയ്യാറായുള്ള പ്രൊഡ്യൂസറാണ്. പറ്റിയ സംവിധായകൻ കിട്ടണ്ടേ. ലേറ്റസ്റ്റായിട്ട് ക്യാമറ ടെക്നിക്കൊക്കെ മാറി പുതിയ പണ്ടത്തെ ആളുകളൊന്നും പറ്റില്ല. പിന്നീട് സിനിമയിൽ നിന്ന് ബോധപൂർവമാണോ വഴിമാറിയതല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരക്കാണ്. അതിനുശേഷം കരിമരുന്ന്, വെടിക്കെട്ടുകാരുടെ കഥ, നോവലൊക്കെ അതിന് ശേഷം അതെ, അത് തുടർച്ചയായിട്ട് പവിത്രക്കെട്ട്, രാമേശ്വരത്ത് നടക്കുന്ന കഥ. അത് കഴിഞ്ഞിട്ട് വാരാണസിക്ക് പോയി, കാശി. എൻ്റെ ഒരു നോവലാണ് കാശി എന്നൊരു നോവൽ. ഒക്കെ വ്യത്യാസമാണ്. പ്രാവുകളെ പറ്റിയുള്ള കഥയാണ് സൗന്ദര്യലഹരി. വനത്തിൽ കഞ്ചാവ് വളർത്തുന്നവരെ പറ്റി പഠിക്കാനായിട്ട് അന്ന്
അവിടെയൊക്കെ പോയിട്ട് വനങ്ങളിൽ പോയിട്ടാണ് പശ്ചിമഘട്ടം എന്നുള്ള നോവൽ എഴുതി. കൊടജാദ്രി പോയി താമസിച്ചിട്ട് കൊടജാദ്രി സാനുക്കളിലൂടെ എന്ന നോവൽ എഴുതി. പിന്നെ സജീവമായിട്ട് ചെറുകഥകൾ എഴുതിക്കൊണ്ടിരുന്നു. ആളുകളായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വന്നു. റേഡിയോയിൽ നിരവധി പരിപാടികൾ, 1-2 റേഡിയോ നാടകങ്ങൾ ഒരു 100 നാടകങ്ങൾ എഴുതിയിട്ടുണ്ടാവും. റേഡിയോ നാടകോത്സവത്തിൽ എൻ്റെ നാടകം ഉണ്ടാവും. നമ്മുടെ ഒരു യാത്രയാണല്ലോ ഈ എഴുത്തും പ്രഭാഷണവും, ഇതെല്ലാമുള്ള ഒരു യാത്രയാണ്. തുടക്കത്തിൽ ഒരു സീരിയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു മലയാളത്തിനത്ര സുപരിചിതമായത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. ആ സമയത്ത് ആദ്യത്തെ സീരിയൽ എന്ന് വിശേഷിക്കാവുന്ന സ്കൂട്ടർ ദൂരദർശനിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? ഈ സ്കൂട്ടർ എന്നുള്ളത് എൻ്റെ ഒരു നീണ്ട കഥയാണ്. അന്ന് സ്കൂട്ടർ എന്നുള്ളത് അപൂർവമായിട്ട് ചിലവർക്ക് ഉണ്ടാവുള്ളൂ. കോഴിക്കോട് അങ്ങനെ സ്കൂട്ടറുള്ളവരോ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്കേ സ്കൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ. നടൻ കരമനനായരില്ലേ, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്താ, അദ്ദേഹത്തിന് മാത്രമേ സ്കൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്കൂട്ടർ പറഞ്ഞാൽ എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയില്ലാത്തൊരു സംസ്കൃതം മാഷ് സ്കൂട്ടർ വാങ്ങി, അറബി മാഷ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടുണ്ടായിട്ടുള്ള തമാശകളാണ് സ്കൂട്ടർ. ആ നോവല് സീരിയൽ ചെയ്ത ആർ ഗോപിനാഥാണ് സംവിധായകൻ. എൻ്റെ അങ്ങാടിപ്പാട്ട് പോലുള്ള ഒക്കെ. അതെ, ഞാൻ പിന്നീട് ആലോചിക്കുന്ന അങ്ങാടിപ്പാട്ട് പിന്നെ ഭയങ്കര ജനപ്രിയ സീരിയലായിട്ട് ഒരുപാട്. ഈ സ്കൂട്ടർ എഴുതുമ്പോൾ ടി വിയുടെ തിരക്കഥ എങ്ങനെയാന്നുള്ളതിനൊരു മാതൃക ഇല്ല, ഒന്നും ഇറങ്ങിയിട്ടില്ല, മുൻ മാതൃകകളില്ല അല്ല. അപ്പോൾ സിനിമയുടെ ഒന്നങ്ങോട്ട് വേറെ രീതിയിൽ മാറ്റി ചെറിയ ചെറിയ സീനാക്കിയിട്ടാണ്. അതിനൊരു മാതൃക ഇല്ലാത്തതുകൊണ്ട് സ്കൂട്ടറിൻ്റെ എഴുതുമ്പോൾ മാതൃകയില്ല. പക്ഷേ അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായി. പ്രത്യേകിച്ച് എൻ്റെ കഥകളിൽ ഭയങ്കര ഡ്രാമ ഉണ്ടാവില്ല. എനിക്കൊന്ന് പ്ലാറ്റ്ഫോം ഒരു വിഷയമല്ലാത്ത എഴുത്തുകാരൻ കൂടെയാണ്. ഈ പറഞ്ഞ പോലെ സീരിയൽ, സിനിമ, പ്രഭാഷണങ്ങളാണെങ്കിൽ അത് ഇപ്പം അമൃത ടി വിയിലൊരു 16 വർഷത്തോളമുള്ള ധന്യമി ജീവിതം എന്ന് പറയുന്നത്, അതിനകത്ത് വേറെ ഒരു ഫോർമാറ്റാണല്ലോ. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനകം കാര്യങ്ങൾ പറയണം എന്നുള്ളതൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇതിനെ പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യണമല്ലോ, അത് ഏതാണ് മാധ്യമം നോക്കും, എത്ര മിനിറ്റ് പറയാം എന്നുള്ളത് നോക്കും, ഏത് വേദി. ഇപ്പോൾ ഒരു 30 വേദിയും കൂടി കഴിഞ്ഞാൽ 10,000 വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രഭാഷണം കേരളത്തിൻ്റെ അകത്ത് പുറത്ത്. കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് പ്രസംഗിച്ചിട്ടേ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് മടങ്ങി വരും ഫ്ലൈറ്റിൽ. ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട്, ഷാർജയിൽ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഒരു സാധാരണ പരിപാടിക്ക് വിളിച്ചാൽ എത്ര മിനിറ്റ് എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ സംഘാടകർ പറയും 40 മിനിറ്റ്, 40 മിനിറ്റ്. അപൂർവം ചിലപ്പോൾ സമയമില്ലാതാണെങ്കിൽ 5 മിനിറ്റ് എന്ന് വരെ പറയും. 5 മിനിറ്റിലും ആ 5 മിനിറ്റിനകത്ത് കണ്ടന്റ് ഉണ്ടാവണം. ഈ പറയാനുള്ള കണ്ടന്റ് അതിലൊതുക്കും. വിവാദ വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാറില്ല. ഏതെങ്കിലും ഒരാളെ പറ്റി കുറ്റം പറയുകയോ പേര് പറയുകയോ ചെയ്യാറില്ല. ഇല്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ലൈംഗികതയോ എഴുതാറേ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളതൊന്നും വായിക്കാൻ ഇതിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇതിനൊരു കുറവ് തോന്നാതിരിക്കാൻ ഒരു ബലിതബോധം ഉണ്ടാവുകയല്ലോ. എല്ലാത്തിലും ഒരു തമാശയുണ്ട്. ചെറിയൊരു ബലിതം ഉണ്ടാകുമ്പോൾ അത് നിത്യജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചെറിയൊരു ബലിതത്തിൻ്റെ അംശം അത് തോന്നാൻ കാരണം എന്താ വെച്ചാൽ, അന്നേ അമൃതാനന്ദമയ്യമ്മയായിട്ടൊക്കെ വലിയ കണക്ഷനാണ്. 45 കൊല്ലം മുമ്പേ അമ്മ കോഴിക്കോട്ടേക്ക് വരുന്ന കാലം മുതൽക്കേ പരിചയമാണ്. ഞാനും ഊട്ടുകൂടുന്ന ഒരുപാടും ഒക്കെ ഉണ്ടാവും. അമ്മയും ധാരാളം തമാശകൾ പറയും. ഈ ഫലിതം ഇതിനെ മറികടക്കും. അത് ഇപ്പോഴും വേണം. നമ്മൾ ഈ വെറുതെ ജീവിതത്തെ എന്താ പറയുക ലഘൂകരിക്കും. അപ്പം സ്കൂട്ടറിലെ ഏണാങ്ക ശേഖരൻ എന്നുള്ള സംസ്കൃത ഭാഷ എല്ലാവർക്കും സുപരിചിതമാണ്. അങ്ങാടിപ്പാട്ടിലെ ചന്ദ്രമന കുഞ്ഞുകുട്ടൻ എന്നുള്ള കഥാപാത്രം, മറ്റേ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നോവലുകളിലും അങ്ങനത്തെ ഉള്ള കഥാപാത്രങ്ങൾ. ഇപ്പം പൂക്കാലം വരവായി, കേളി പോലുള്ള പൂക്കാലം വരവായിക്ക് എനിക്ക് തോന്നുന്നു ഇന്നും റെലവൻ്റായ ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. അത് ഏത് കാലവും നിൽക്കുന്നൊരു സബ്ജക്റ്റ്. അതിനേക്കാൾ നല്ല സബ്ജക്റ്റുകൾ എൻ്റെ കയ്യിൽ ധാരാളം. ആർക്കും സബ്ജക്റ്റ് വേണ്ടാന്നൊരു കാലം വരുമെന്ന് വിചാരിക്കില്ലല്ലോ. നമ്മൾ വിചാരിക്കുക ലോകം എങ്ങനെ പോകണു എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വിഷയം വേണ്ട എന്നുള്ള കാലം വരുമെന്ന് വിചാരിക്കുമോ? ഇല്ലല്ലോ, നമ്മൾ വിചാരിക്കില്ല. കുറേ കാലം ഷർട്ടുകൾക്ക് പോക്കറ്റ് എത്ര സൗകര്യമാണ്. അതെ അതെ അതെ.
എന്ത് കാര്യം ഉണ്ടെങ്കിലും പോക്കറ്റിലാണല്ലോ നമ്മൾ വെക്കുക. പോക്കറ്റില്ലാത്ത ഷർട്ടുകൾ വരുമെന്ന് വിചാരിക്കില്ല. അത്യന്താധുനികം എന്ന് പറഞ്ഞിട്ട് ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അത് കേമമാണ് പുകഴ്ത്തുകയും അത് വാങ്ങുകയും വായിക്കുന്നവരില്ലേ? അതെ അതെ അതെ. കാലം അങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിക്കുമോ? അസൗകര്യമല്ലേ? ആദ്യം വാച്ച് കണ്ടുപിടിക്കുമ്പോൾ 1, 2, 3, 4, 5 കൊണ്ട് 12 വരെ ആയിരുന്നിരിക്കും. പിന്നീട് അക്കൊന്നും എഴുതില്ല, ഓരോ വര. ഏകദേശം 3 കഴിഞ്ഞ് 4 എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 3:15 4:15 കണ്ടുപിടിക്കാമെന്ന് നോട്ടാ. ആ അസൗകര്യത്തെ നമ്മൾ സ്വീകരിച്ചു. ലിറ്ററേച്ചറിൽ അത് ഉണ്ടായി, നാടകത്തിൽ അത് കൂടുതലായി. അതുകൊണ്ട് എന്തുണ്ടറിയോ, നാടക സംഘങ്ങൾ പൂട്ടി. കോഴിക്കോട് ടൗൺ ഹാളിൽ ധാരാളം നാടകങ്ങൾ ഒട്ടക്കിടയ്ക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനും നാടകം ചെയ്തിട്ടുണ്ട്. അത് കാണാനൊരു ഓഡിയൻസ് ഉണ്ട്. നാടകം കാണുക എന്നുള്ളൊരു രസമായിരുന്നു. ക്രമേണ അവാർഡ് കൊടുത്തു തുടങ്ങി. അവാർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, പരീക്ഷണങ്ങൾക്കേ കൊടുക്കുള്ളൂ. പരീക്ഷണമല്ലല്ലോ ജീവിതം. അപ്പോൾ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാട് തുള്ളലും അർത്ഥമില്ലാത്ത വർത്തമാനമൊക്കെ ആയിപ്പോൾ അതാണ് വലുതെന്ന് വന്നപ്പോൾ നാടക വിഭാഗം തന്നെ കൂട്ടി. നാടിനെ അകത്ത് കാണിക്കുന്നതാണ് നാടകം. തീർച്ചയായിട്ടും. അപ്പം അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്നു. പക്ഷേ എക്കാലത്തും താരതമ്യേന ജെന്യൂനായിട്ടുള്ള കൃതികൾക്ക് അതിൻ്റെതായുള്ള പ്രാധാന്യം ഉണ്ടാവും. നമുക്ക് ഒരു പുതിയ സിനിമ പുതിയ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പക്കാരുടെ ഒപ്പം പ്രതീക്ഷിക്കുന്നു. അതിപ്പോൾ സാഹചര്യം വന്നാൽ ഉണ്ടാവാം. പക്ഷെ ഇതിനൊരു കാലം എന്നുള്ളത് സിനിമയ്ക്ക് വലിയ കാര്യമാണ്. കാരണം പുതുമുഖങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കില്ല. അതെ അതെ. താരങ്ങൾ പഴയ താരങ്ങളാണെങ്കിൽ അവരുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കാത്തിക്കണ്ടേ. അതങ്ങനെ കൂടുതൽ താരങ്ങളും ഇല്ല. സൂപ്പർ താരങ്ങൾ 1, 2 ഉള്ളൂ. അല്ല, ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അയാൾ ഓക്കെ ആണെന്ന് കരുതി അടുത്ത സിനിമ വിജയിച്ചു കൊള്ളണമെന്നില്ല. ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും താരമായ പോലെ ഇനിയൊരു താരം ഉണ്ടാകുമോ എന്ന് പോലും സംശയമുള്ള കാണുന്നില്ല. കാര്യം മീഡിയ പലതരത്തിൽ മാറിയല്ലോ. പണ്ട് ആളെ കാണാൻ നമുക്ക് തിയേറ്ററുകളായിരുന്നു ഏക സൗകര്യം. ഇന്നിപ്പോൾ തിയേറ്റർ വീട്ടിലെത്തി, കയ്യിലെത്തി. അത്തരത്തിലൊക്കെ ഇനിയിപ്പോൾ തിയേറ്റർ തന്നെ വേണമെന്നില്ല, സിനിമ വേണമെന്നില്ല, റീൽസ് മതി. ഈ മാറ്റം സീരിയലിലും വന്നു. അങ്ങാടിപ്പാട്ടിന് ശേഷം അമൃത ടി വിയിൽ ഞാൻ പകൽ വീട് എന്നൊരു സീരിയൽ അത് 350 എപ്പിസോഡാണ് പോയത്. അതും ആർ ഗോപിനാഥ സംവിധാനം. അങ്ങാടിപ്പാട്ട് 600 വരെ പോയി. സ്കൂട്ടറിൻ്റെ കാലത്ത് 12-13 എപ്പിസോഡേ പോയിട്ടുള്ളൂ ആദ്യത്തെ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എഴുതി, സീമന്ത് എന്നായിരുന്നു പേര്. സീമന്ത്. അതും ഈ സ്കൂട്ടർ പോലെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഏണാങ്കശേഖരൻ മാഷ്ക്ക് മക്കളില്ലാതെ വന്നപ്പോണ്ടാവുന്ന ദുഃഖത്തെ ബലിതാത്മകമായിട്ടാണ് അതിൽ പറഞ്ഞത്. ഏത് കാലഘട്ടത്തിൽ എന്ത് മാറ്റം വന്നാലും നൊബിലിറ്റി ഉള്ളത് നിൽക്കും. അതെ അതെ അതെ. അതെനിക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തന്നതാണ്. തൽക്കാലത്തെ കാര്യം നോക്കണ്ട, നോബിളായത് മഹത്വമുള്ളത് നിൽക്കും, അല്ലാത്ത ഒക്കെ ഔട്ടാവും. കുടുംബത്തെക്കുറിച്ച് ഞാൻ പട്ടാമ്പി സ്വദേശിയാണ്. അച്ഛൻ പ്രഭാകരൻ മേനോൻ അധ്യാപകനായിരുന്നു. അമ്മ സരോജിനി അമ്മ സംഗീത അധ്യാപകയായിരുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്രോഡമുണ്ട ഓഫീസിൽ ഉദ്യോഗസ്ഥനായി. താരതമ്യേന പ്രാരാബ്ധമുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അന്നത്തെ കാലഘട്ടം എല്ലാ സ്ഥലത്തും ദാരിദ്ര്യമാണ്. കൃഷിക്കാർക്ക് വരെ ദാരിദ്ര്യം. കർക്കിടക മാസത്തിൽ സിനിമയൊന്നും ഉണ്ടാവില്ല. പട്ടാമ്പിയിൽ കർക്കിടക മാസത്തിൽ സിനിമാ തിയേറ്റർ കൂട്ടിയിരുന്ന കാല. ഇന്നാണ് ഇത് വന്നത്. ഈ കുറച്ചൊരു ആർഭാടവും. അതെ. ഒരു പഴയ ഷർട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരാളിപ്പോൾ നമ്മുടെ വീട്ടിൽ വരാറില്ല, പരിചയക്കാർ. എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകയും അന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം വളരെ കുറവാണ്. സ്റ്റേറ്റിന് 69 റുപ്യ ശമ്പളമുള്ളൂ സ്റ്റേറ്റിന്. സെൻട്രലിന് 150 താഴെ, 150 റുപ്യ താഴെയാണ് ഒരു മാസത്തെ ശമ്പളം. ഇൻക്രിമെൻറ്റ് 3 റുപ്യ. ഒരു കൊല്ലം കാത്തിരുന്നാൽ 3 റുപ്യാണ് ശമ്പളം കൊടുക്കുക. ആ സാഹചര്യത്തിൽ വളരുകയും അന്ന് പ്രതിഫലം എന്ന് പറഞ്ഞാൽ ചന്ദ്രിക ആഴ്ച പതിപ്പ് 7 രൂപയാണ് ഒരു കഥയ്ക്ക് പ്രതിഫലം തരിക. ബാക്കിയുള്ള ഒരു 10. കുങ്കുമം തുടങ്ങിയുള്ള ആഴ്ചപ്പതിപ്പ് അന്ന് പ്രതിഫലം തന്നിരുന്നില്ല. പിന്നെ 10 റുപ്യ തുടങ്ങി. ആകാശവാണിക്കാർ 10 റുപ്യ, വചനാമൃതമാണെങ്കിൽ 15. ഇന്ന് 3000 കേട്ടോ.
അത് വന്ന ലോകത്ത് മാറ്റം വെച്ചാൽ അന്ന് അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. മൂല്യത്തിനും മാറ്റം വന്നു. അതെ, അന്ന് എല്ലാ കഥകളിലും സാഹിത്യകാരൻ്റെ ദാരിദ്ര്യമായിരിക്കും വിഷയം. വീട്ടിൽ അരി വെക്കാൻ കാശില്ലാത്ത കാര്യം. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, അങ്ങനെയാണെങ്കിലും അതാവാനും ആളുണ്ടായിരുന്നു. ഇങ്ങനെ ആയാലും കുഴപ്പമില്ലാന്നുള്ള മാതിരി. അതെ അതെ അതെ. എന്തേ അല്ല, അവർ ആസ്വദിച്ച് ചെയ്യുന്നതും നമ്മളുടെ ജീവനം കിട്ടുന്നത് ഇഷ്ടപ്പെട്ട പണിയാണ് എടുക്കണമെങ്കിൽ വിശ്രമമാണ്. ഒരു പണി നമുക്ക് ഇഷ്ടപ്പെട്ടാണ്, മറ്റൊരു ജോലിയാണ്, അത് വിശ്രമമാണ്. ഇപ്പം ഈ പുരസ്കാരം എത്തി നിൽക്കുന്ന സമയത്തേ സാറെക്കുറിച്ച് പറഞ്ഞാൽ തോന്നുന്നുണ്ട്, ഒരു ബസ്സിൽ നിൽക്കുന്ന ആൾ, അവസാനത്തെ ആൾ, സീറ്റ് എല്ലാം ഫില്ലായി നിൽക്കുന്ന ആളാണെങ്കിൽ ആ നിൽക്കുന്ന ആൾ ഞാനായിരിക്കുന്നു. എനിക്കൊന്ന് ജീവിതത്തിലും എഴുത്തിലും സിനിമയിലും ഇപ്പോൾ സീരിയലിലും നാടകത്തിലും ഇങ്ങനെ പല മേഖലകൾ, ഈ പ്രഭാഷണ രംഗത്തും ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. 30 പേർക്ക് കയറാവുന്ന ബസ്സിൽ 31 ആൾ കയറിയാൽ നിൽക്കണത് ഞാനാവുന്നത് തീർച്ചയാണ്. കാര്യം വെച്ചാൽ നിൽക്കുക കാണിച്ചെങ്കിൽ അത് കുട്ടിയല്ലേ ഇരുന്നോട്ടെ, അത് ചെറുപ്പക്കാരനല്ലേ, ചെറുപ്പക്കാർക്ക് അത്രയല്ലേ അറിവുണ്ടാവുള്ളൂ. ഇത് വൃദ്ധയല്ലേ, അവസാനം ഞാൻ നിൽക്കും. അതിലൊരു വിഷമമുള്ളതല്ല. അത് മാത്രമല്ല, എനിക്ക് ഈ തത്വചിന്തയും ജീവിതമായിട്ട് വളരെ ബന്ധമുണ്ട്. തിരക്കുള്ള ബസ്സിൽ നമ്മൾ കയറിയിട്ട് ഇരിക്കാൻ സ്ഥലം കിട്ടാനും വിദ്യയുണ്ട്. അതെ അതെ, അതൊക്കെ വിദ്യ. ആ ബസ്സിൽ നിൽക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് അങ്ങോട്ട് സ്നേഹിക്കുക. ആ ഡ്രൈവർ ചെറുപ്പക്കാരൻ പാവം, ബസ് അബദ്ധമില്ലാതെ ഓടിക്കട്ടെ, പ്രാർത്ഥിക്കുക. അയാളുടെ കുടുംബത്തിൽ അയാളുടെ കുട്ടി അച്ഛൻ വരെ കാത്തു നിൽക്കും പലഹാരം തിന്നാൻ. അയാൾക്ക് നന്മ വരണം, ഇരിക്കണവർ നന്നായിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരാളിലേക്ക് കേന്ദ്രീകരിക്കും. ഒരാൾ ഇവിടെ ഒന്നിരുന്നോളൂ പറയും. അതാണ് അതിൻ്റെ ലോകത്തെ സ്നേഹിക്കുക. ഭാര്യയെക്കുറിച്ച് അപ്പോൾ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, മക്കളില്ല. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് താമസം മാറ്റി കോഴിക്കോട് പെരുമ്പിലാവിൽ നിന്നും കൊണ്ട് 250 കൊല്ലം പഴക്കമുള്ളൊരു വീടാണ് വാങ്ങി. 2 നെടുമിറ്റക്കുള്ള വീട്. അത് നോക്കി നടത്താൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങനെ പുറത്തി കൊണ്ടുപോയി മദ്രാസിൽ ദക്ഷിണ ചിത്ര എന്നുള്ള സ്ഥലത്ത്, അതൊരു മ്യൂസിയം ആണ്. ആ സ്ഥലത്ത് ഞാൻ ചെറിയൊരു വീട് വെച്ചു. മക്കളില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ആ ദുഃഖമൊന്നുമില്ല കേട്ടോ. ആ ദുഃഖം 2 പേർക്കും ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാം, അതും ആലോചിച്ചു. വീട് കൂട്ടുക, യാത്ര ചെയ്യുക. എത്ര യാത്രയാണ്! ഇന്ത്യ മുഴുവൻ ബദരീനാഥ് പോയി താമസിക്കും, കേദാർനാഥ് പോയി താമസിക്കും. ഹരിദ്വാർ സുപരിചിതമായ കാര്യമാണ്. മൂകാംബിയിൽ മാസം പോകും. അപ്പോൾ ഏത് അസൗകര്യമൊന്നുമില്ല. അതെ അതെ, നമ്മൾ ഉള്ള സന്ദർഭങ്ങളെ എങ്ങനെ സന്തോഷമായി മുന്നോട്ട് പോകുക. ഞാനൊരു പഴം നിന്നിട്ട് തോല് നിങ്ങളുടെ കയ്യിൽ തരണോ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഴം നിന്നിട്ട് തോല് എനിക്ക് തരണു. ഞാൻ ദേഷ്യം വന്നിട്ട് ഈ തോല് നിങ്ങളുടെ മുഖത്തേക്ക് ഇരുന്നിട്ട് ഒരു ജമ്മ മുഴുവൻ ശത്രുവാണ്. ഒന്നും ഉണ്ട്, ആ തോല് കയ്യിൽ വയ്ക്കും. ഒന്നും ഉണ്ടില്ല. അങ്ങോട്ട് പോകുമ്പോഴേ ഒരു പശു അവിടെ ഉണ്ടാവും. അതിനൊരു ഉപകാരം. അതിനാണ്ട് കൊടുക്കുമ്പോൾ എത്ര ഗുണപ്രദമായി അതിന്. ആ പശുവിന് കൊടുക്കുമ്പോൾ അസൗകര്യം എന്നൊട്ടൊന്നുമില്ല. ടൈം ഒട്ടും നമ്മൾ 10 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കണ്ട. എപ്പോഴെങ്കിലും നടന്നു പോകുമ്പോൾ നാമം ചൊല്ലാമല്ലോ. നാമം ചൊല്ലിയോണ്ടോ മന്ത്രവും നാമത്തെ പറ്റിയൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഉണ്ടാവാറുണ്ട്. ഗൾഫിലൊക്കെ പോയി സംസാരിക്കാറുണ്ട്. ശാസ്ത്രീയമായിട്ടാണ് ഇതൊക്കെ പറയാറ്. പെഗിൾസെക്കുറിച്ചും റെക്കിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ അസൗകര്യം എന്നുള്ളത് സൗകര്യം, അത് വലിയൊരു സൗകര്യമാണ്. എന്താണ് നമ്മൾ അതുകൊണ്ട് മാത്രം ചെയ്യാവുന്നത്. ഈ അമൃതകീർത്തി പുരസ്കാരത്തിൽ ഏതായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്നെപ്പോലൊരു എഴുത്തുകാരന് അമൃതകീർത്തി പുരസ്കാരം കാര്യമായിട്ട് കിട്ടാൻ തരാറുള്ളൂ. അതാണ് കാര്യം എന്താ വെച്ചാൽ ആദ്യം തൊട്ട് അവസാനം വരെ മനുഷ്യ നന്മയെക്കുറിച്ചാണ് എഴുതുന്നത്. പോസിറ്റീവാണ്. തെറ്റായ രീതിയിൽ ചിന്തിക്കാനുള്ള സാഹചര്യം ഒന്നിലുമില്ല. ഈ ചാട്ടയിലുള്ള പോലെയുള്ള ക്രൈമൊക്കെ ഉള്ള വേറെ കൃതികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നും വെച്ചാൽ മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കുക എന്നുള്ള. അപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് മൂലക്ക് 62 അവാർഡ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എന്നാലും അതിൽ കിട്ടിയതിൽ വെച്ച് വലിയൊരു അവാർഡ് ഇതാവുമ്പോൾ
ഇങ്ങനത്തെ ഒരു അവാർഡ് ഇങ്ങനെ എഴുതുന്ന ആളുകൾക്കാണ് കിട്ടുക. പ്രത്യേകിച്ചും ഞാൻ ഇപ്പോൾ പുതുതായിട്ട് എഴുതി കൊടുക്കുന്ന 5 കൊല്ലത്തെ റിസർച്ചാണ്. ശംഭാല കോഴിക്കോട് ഹരിതം ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ശംഭാല എന്നുള്ള നോവൽ അന്യഗ്രഹങ്ങളിൽ നിന്ന് ഈ ഭൂമിയിൽ വരുന്നവരെ കുറിച്ചാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഗോപാലകൃഷ്ണൻ, ശങ്കുണ്ണിക്കുട്ടി ഒന്നും പേരിടാൻ പറ്റില്ല. അവരെ രൂപം പറ്റില്ല. അവരെവിടെ ക്യാമ്പ് ചെയ്യുന്നതെന്ന് കണ്ടുവരില്ല. അതെ, ഒക്കെ ഫാൻറ്റസിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഷ ഒരു ഫാൻറ്റാസ്റ്റിക് ആയി മാറി. ഹരിതം ബുക്സ് അടിച്ചു, നല്ലപോലെ വിൽക്കാനുള്ള ഒരു പുസ്തകമാണ് അതൊക്കെ. അതിന് മുമ്പ് ചാത്തൻ തുരുത്ത് എന്നൊരു നോവൽ എഴുതി. 5 ചാത്തന്മാർ ഈ ഭൂമത്തുണ്ട്. പഞ്ചഭൂതങ്ങൾ 5നെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ചാത്തന്മാരുണ്ട്. അതിലെഴുതിക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ്, എന്തെങ്കിലും അല്ല. ഭൂമി തറക്കുട്ടിച്ചാത്തൻ, ജലം നീർക്കുട്ടിച്ചാത്തൻ, അഗ്നി തീക്കുട്ടിച്ചാത്തൻ, വായു പറക്കുട്ടി, ആകാശതത്വം കരിങ്കുട്ടി. ഇങ്ങനെ 5 ചാത്തന്മാർ ഉണ്ടെന്നും അത് എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതും ആണ് കഥകൾ. അതൊക്കെ നല്ല കഥകളാണ്. പിന്നെ ബേപ്പൂര് പത്തേമാരി ഉണ്ടാക്കുന്നവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഉല്ലാസ നൗക എന്നൊരു നോവൽ എഴുതി. അപ്പോൾ വളരെ വ്യത്യാസം. ഇനിയും എഴുത്തിൻ്റെ വഴികൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതെ, മുന്നോട്ട് പോട്ടെ, പുതിയ എഴുത്തുകളുണ്ടാവട്ടെ, പുതിയ സിനിമ ഏറ്റവും പുതുതലമുറ. അമൃത അവാർഡ് കിട്ടിയത് അമൃതാനന്ദമയി അമ്മോട് എത്ര കടപ്പാടാണ് അതിൻ്റെ അവിടെ നിന്ന് പറയാൻ വയ്യ. 10-45 കൊല്ലമായിട്ട് കൃതികൾ ഇങ്ങനെ ആവണമെന്ന് അമ്മ പറഞ്ഞത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അമൃത TV ഞാനുമായിട്ട് വളരെ കണക്ഷനുണ്ട്. സീരിയൽ എഴുതി ഞാൻ 16 കൊല്ലം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനിയും കാണാം. സന്തോഷം.